നമ്മൾ ബോർഡേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ബോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ഡിസൈനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡിസൈനാണ് ബോർഡേഴ്സ്. നമ്മൾ ആദ്യത്തെ നോക്കാം. അങ്ങനെ ലൈൻസ് കൊടുക്കുക. ഒരു 4 ലൈനാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് സെൻറ്ററത്ത് നമ്മളൊന്ന് തിക്ക് ലൈൻ ആക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയ ഹംസാണ് അപ്ലൈ ചെയ്ത്, പിന്നെ വലിയ ഹംസും അപ്ലൈ ചെയ്യാം. ഇനി അതിൻ്റെ മുകളിൽ ഒരു ലൈന് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ആ ഒരു സ്പേസ് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആ വലിയ ഹംസിനെ ഹൈലൈറ്റ് ആയിട്ട് കിട്ടും. ഇനി വീണ്ടും ഒരു ലൈന് കൊടുക്കുകയാണ്. അതിന് മുകളിൽ ഒരു ലൈൻ കൂടെ കൊടുത്തിട്ട് ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആണ് ഫസ്റ്റ്. ഇനി സെക്കൻഡ് നോക്കാം. അതുപോലെ ലൈൻ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നാല് ലൈൻ തന്നെ കൊടുക്കാം. എന്നിട്ട് സെൻറ്ററത്ത് നമുക്കൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഹംസ് അപ്ലൈ ചെയ്യാം. വീണ്ടും ഒരു ലെയറൂടെ ഹംസ് തന്നെ അപ്ലൈ ചെയ്യാണ്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് 2 ലൈന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ കർവ് ലൈനും കൊടുത്ത്, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള വെയിനാണ്. ആ വെയിൻ അവിടെ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വേറെ വെയിൻ വേണമെങ്കിൽ അതും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി വീണ്ടും ഒരു ലൈനോട് 1 അല്ല 2 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററത്ത് ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞ് ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നോക്കാം. ലൈൻ അപ്ലൈ ചെയ്യാണ്. 4 6 ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതിൽ 4 ഇപ്പോൾ കൊടുത്തേക്കണേ. ഇതാ ഹംസ് അപ്ലൈ ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് 2 ലൈന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വെർട്ടിക്കൽ ലൈൻസ് ഒരേ ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യാം. ഇതിന് മുകളിലൊക്കെ ഡോട്ട്സ് ആണ് അപ്ലൈ ചെയ്ത്. നിങ്ങളിൽ എത്രത്തോളം ലെങ്ത് ഉണ്ടോ അതിനനുസരിച്ചിട്ട് 2 3 ഒക്കെ ആക്കാം. എൻ്റെ 2 1 ഒക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഹംസ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. 2 ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഹംസ് അപ്ലൈ ചെയ്യാം. വീണ്ടും ഒരു ലെയറൂടെ ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതായി ഇതുപോലെ ചരിച്ച് ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് മുകളിലേക്കായിട്ട് ലൈൻ ഇട്ടിട്ട് അതിന് മുകളിൽ ഇതായി ഇങ്ങനെ തല തിരിച്ചിടുന്ന പോലെ ഇട്ട് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു ലൈനൂടെ കൊടുക്കുക. ഒന്നുകൂടെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഹംസ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. 2 ലൈന് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് അപ്ലൈ ചെയ്തു. വീണ്ടും ഒരു ലെയറൂടെ കൊടുത്തു. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഹംസും അപ്ലൈ ചെയ്യാണ്. 2 ലെയർ തന്നെ കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഒരു ലൈൻ കൊടുത്തിട്ട് അതിനെ നമ്മൾ ഇതായി പഠിച്ചിട്ടുള്ള വെയിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതോ അല്ലെ ഡ്രോപ്സ് വെച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. വീണ്ടും ലൈന് കൊടുക്കുക, ഹംസ് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. 2 ലൈൻ ഇട്ടിട്ട് ഹംസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു ലൈൻ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. വീണ്ടും ലൈന് തന്നെ കൊടുക്കുകയാണ്. 2 ലൈനാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഹംസും അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് നോക്കാം. ലൈൻ ഇട്ട് കൊടുക്കുക. 4 ലൈൻ ഇട്ടു. എന്നിട്ട് സെൻറ്ററത്തെ ഒന്ന് തിക്കാക്കി കൊടുത്തു.
അതിൻ്റെ മുകളിൽ ഹംസും അപ്ലൈ ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിൽ സർക്കിളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾ കൊടുത്തിട്ട് ഗ്യാപ്പ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്യുന്ന ഡോട്ട് പോലെ പ്രഷറിങ് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് തന്നെ അപ്ലൈ ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈനും 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും ഹംസ് അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് നോക്കാം. ലൈൻ ഇട്ട് കൊടുക്കുക. 4 ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും നമ്മൾ 2 ലൈനായിട്ട് ഇനി ഇതിൽ L7 ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 ലൈൻ കൊടുക്കുക. ഹംസ് അപ്ലൈ ചെയ്യുക. പിന്നെ വരുന്ന നോക്കാം. ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 3 ലൈനാണ് അവിടെ കൊടുത്തത്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും 3 ലൈൻ കൊടുക്കുക. ഇനി ലൈൻസ് തന്നെയാണ് ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരേ ഡിസ്റ്റൻസിലായിട്ടത്. എന്നിട്ട് 2 സൈഡും തിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഹംസ് അപ്ലൈ ചെയ്യാം.